കേരളം ഒരു കാലത്ത് ഈ രാജ്യത്തെ പോലും എങ്ങനെ ജാതീയതയെ എതിർക്കണമെന്ന് പഠിപ്പിച്ച മണ്ണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുവിന്റെ മണ്ണ്. ദലിതൻ വഴിയും നടക്കും, സ്കൂളിലും പോകും, ആത്മാഭിമാനത്തോടെ ജീവിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞ മഹാത്മാ അയ്യങ്കാളിയുടെ മണ്ണ്. കലാകാരന്മാരും കവികളും ജാതീയതയ്ക്കെതിരെ നിശബ്ദമായി ഇരിക്കാത്ത മണ്ണ്. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം, അല്ലെങ്കിൽ മാറ്റുമതുകളി നിങ്ങളെ താനെന്ന് 100 വർഷം മുന്നേ പാടിയ മഹാകവി കുമാരനാശാന്റെ മണ്ണ്. എന്നിട്ട് ഇന്നോ ജാതീയതയുടെ ജീർണിച്ച നൂലുകൾ പൊട്ടിയോ? ഒരു യുവാവിന്റെ ജീവൻ കൂടി എടുത്തിരിക്കുന്നു നമ്മുടെ ഇടയിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ജാതീയത. ചരിത്ര പുസ്തകങ്ങളിലല്ല, പഴയ കഥകളിലല്ല, ഇവിടെ ഇന്ന് നമ്മുടെ ഇടയിൽ ഇപ്പോഴും കുടുംബങ്ങളും വ്യക്തികളും ജാതിയുടെ പേരിൽ അധിക്ഷേപങ്ങളും തരം താഴ്ത്തലുകളും നേരിടുന്നു. അതും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോലും. ജനാധിപത്യം ജാതീയതയെ ഉന്മൂലനം ചെയ്തിട്ടില്ല, അത് കൂടുതൽ സുരക്ഷിതമാക്കി തീർക്കുകയും ആധുനികവൽക്കരിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ 2022-23 കാലഘട്ടത്തിലെ കണക്കുകൾ പ്രകാരം ഓരോ വർഷവും 57,000-ഓളം കുറ്റകൃത്യങ്ങൾ ദലിത് കമ്മ്യൂണിറ്റിക്കെതിരെ ഇന്ത്യയിൽ നടക്കുന്നു. 158-ഓളം കുറ്റകൃത്യങ്ങൾ ഓരോ ദിവസവും, ഒരു കുറ്റകൃത്യം ഓരോ 9 മിനിറ്റിലും. ഓരോ ആഴ്ചയിലും 13ഓളം ദലിതൻ ഇന്ത്യയിൽ കൊല്ലപ്പെടുന്നു. ഇത് പഴയ കഥയല്ല, ഇന്നത്തെ റിയാലിറ്റിയാണ്. ഇതിലേറ്റവും കാര്യം ഈ കുറ്റകൃത്യങ്ങളുടെ ശിക്ഷാ നിരക്ക് വെറും 30% ചില സംസ്ഥാനങ്ങളിൽ 10 മുതൽ 15% വരെയും. നിയമം പലപ്പോഴും നോക്കുകുത്തികളാവുന്ന അവസ്ഥ. SC/ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് 1989 ഇങ്ങനെ ഒരു നിയമം നിർമ്മിച്ചത് തന്നെ നിലവിലുള്ള നിയമങ്ങളൊന്നും ദലിതിനെ സംരക്ഷിക്കുന്നില്ല എന്നതിനാലാണ്. എന്നിട്ടിപ്പോഴും തുടരുന്ന കൊലപാതകങ്ങൾ, ശാരീരിക ഉപദ്രവങ്ങൾ, ലൈംഗിക പീഡനങ്ങൾ, തരം താഴ്ത്തലുകൾ. പോലീസ് FIR ഇടാൻ മടിക്കുന്നു. വിക്ടിംസിന് പ്രശ്നം കൂടുതൽ വഷളാകുമോ എന്നുള്ള പേടി. സമൂഹം ഇവരെ നിശബ്ദരാക്കുന്ന അവസ്ഥ. അതിനാൽ തന്നെ എടുക്കപ്പെടുന്ന കേസുകൾ നടക്കുന്നതിലും വളരെ കുറവാണ്. 80 വർഷത്തെ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ കൈവരിച്ച നേട്ടങ്ങളൊന്നും മതിയായവയല്ല. ലിറ്ററസി ഈസ് നോട്ട് ഇനഫ്, ഡെവലപ്മെന്റ് ഈസ് നോട്ട് ഇനഫ്, പ്രൈഡ് ഈസ് നോട്ട് ഇനഫ്. ജാതിയുടെ പേരിൽ ഒരു ജീവൻ നഷ്ടപ്പെടുമ്പോൾ സ്വതന്ത്ര ഇന്ത്യ പൂർണ്ണമല്ലാതെയാവുന്നു. ജാതിയല്ല, മനുഷ്യത്വമാണ് നമ്മുടെ ഐഡന്റിറ്റി. തെറ്റുകൾ കാണുമ്പോൾ നിശബ്ദരാവരുത്. മുൻകാലങ്ങളിൽ നമ്മുടെ പല മഹാന്മാരും ജാതീയതയ്ക്കെതിരെ തുടങ്ങിവെച്ച പോരാട്ടം നമുക്കും മുന്നോട്ട് കൊണ്ടുപോകാം. നമ്മൾ ഈ നിലത്തിനു കാവൽ